ഓം നമോ നാരായണായ. ആഭരണങ്ങൾ നോക്കിയപ്പോൾ കണ്ണുനീരാണ് ഭഗവാന്റെ കണ്ണിൽ നിന്നു വന്നത്. പ്രാകൃതന്മാരായ പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു. ദുഃഖം വെടിയാനുള്ള ശ്രീലക്ഷ്മണൻ്റെയും സുഗ്രീവൻ്റെയും വാക്കുകൾ കേട്ടതിനു ശേഷം ശ്രീരാമൻ തന്നിൽ നിലീനമായിരിക്കുന്ന ധൈര്യത്തിൻ്റെ ബലത്തിൽ കർത്തവ്യങ്ങളിലേക്ക് മടങ്ങുന്നു. ഹനുമാൻ ശുഭമുഹൂർത്തം നോക്കി അഗ്നി ജ്വലിപ്പിച്ച് സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തു പരസ്പരം സഹായിക്കുന്നതിന്. തനിക്ക് ആവശ്യമായ സഹായമെന്തെന്ന് സുഗ്രീവൻ വിശദമാക്കുന്നു. അർണോജനേത്രാനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാദേ നളീന ദളായതാലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയം ആദിപൂർവം തിരുമാറിലമൂർത്തിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെപ്പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി ഗേതുമേ രാവണൻ തന്നെയും മർക്കടാശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടു കൊള്ളാം പ്രസീദ പ്രഭോ ഹരേ. സുഗ്രീവനം പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രിയായി ഗേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തൽക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടാശ്രേഷ്ഠനാ മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാരഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും. സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞുത്തുംഗമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലമെല്ലാം ഉണർത്തിച്ചരുളിടിനാൻ.